അനീഷ് ആകെപ്പാടെ മൂഡ് ഓഫ് ആയിരിക്കുകയാണ്. ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റിക്ക് ആദ്യം തന്നെ അനീഷ് അവിടെ ഫ്രണ്ടിൽ പോയി ഇരിക്കുന്നു. തൊട്ടു പുറകെ തന്നെ അനുമോൾ വന്ന് അനീഷിൻ്റെ പുറകിലായിട്ട് അവിടെ ഇരിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെ മുൻപിലായിട്ട് നൂറ നിൽപ്പുണ്ട്. അപ്പോൾ നൂറ അനുമോളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷിന് മനസ്സിലായി അനുമോൾ ഇത് നൂറയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. കാരണം നൂറയുടെയും അനുമോളുടെയും തമ്മിലുള്ള ഒരു ചിരി കണ്ടുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ അനീഷിന് ചിലപ്പോൾ ഇപ്പോൾ ഒരു മനസ്സിൽ തോന്നലുണ്ടാവാം, ഇനി പറയേണ്ടിയിരുന്നോ എന്നൊക്കെ ഒരു ചിന്തയിലാണ് അനീഷ്. അനുമോളോട് പ്രപ്പോസ് ചെയ്ത ശേഷം ഏകദേശം റിജക്ഷനാണ് അനുമോളുടെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്നതെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അനീഷ് അവിടുന്ന് എഴുന്നേറ്റ് പോയിരുന്നു. പിന്നീട് ആകെ മൊത്തം മൂഡ് ഓഫ് ആയിട്ട് അതിൽ നടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അനീഷിനോട് മിണ്ടിയിട്ടും തിരിച്ച് മിണ്ടുന്നൊന്നുമില്ല. വളരെയധികം മൂഡ് ഓഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. അനീഷിൻ്റെ ഒരു ഗെയിമാണോ ഇതെന്നാണ് ഒരു സംശയം. ഒറ്റപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കാം ചിലപ്പോൾ ജെന്യുവിനായിട്ട് പറഞ്ഞതുമായിരിക്കാം കേട്ടോ. പറഞ്ഞത് കേട്ടിട്ട് ജെന്യുവിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും റിജക്ഷനാണ് അനുമോളുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞ ഉടനെ തന്നെ അനീഷ് വളരെയധികം മൂഡ് ഓഫ് ആയിട്ടാണ് ഇപ്പോൾ വീട്ടിലൂടെ നടക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.